ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് പഴുത്ത പഴം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തൊലി കറുത്ത് നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിലും നമുക്ക് ഇത് വെച്ച് അടിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഒരു പഴത്തിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് നമ്മൾ സാധാ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസോ ഷെയ്ക്കൊക്കെ ആക്കി കൊടുത്താൽ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് എന്ന കുട്ടികൾക്ക് അറിയില്ല, നല്ലൊരു ടേസ്റ്റിൽ അവർ കുടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടല്ലേ 2 പഴം ഞാൻ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പഴമാണ്. തൊലി കറുത്ത പഴമാണ്, നല്ല പഴുത്തു എന്ന് പറഞ്ഞിട്ട് കളയാൻ നിൽക്കണ്ട. അതുപോലൊക്കെ ജ്യൂസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ഞാൻ കുരു കളഞ്ഞിട്ട് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് കേട്ടോ. നമ്മളെ കയ്യിൽ നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ടേക്കുക. അല്ലെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നല്ല അലിഞ്ഞു പോകുന്നതാണെങ്കിൽ വെള്ളത്തിലിടാൻ ആവശ്യമില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് ഹാഫ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ള് പാലിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം പഴമൊക്കെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ ഒരു പീസ് പോലും ഇല്ല. അപ്പോൾ അത് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കുരു ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടിച്ചെടുക്കാൻ. കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ള പാലോണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഒരു രൂപത്തിലാണ് നമുക്കത് കിട്ടണം. നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കണം. 2 ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു തണുപ്പിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ കുടിക്കുന്നതുകൊണ്ട് ഐസ് ക്യൂബ് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നോമ്പ് സമയത്തും അല്ലാത്ത സമയത്തും നേന്ത്രപ്പഴം ഇതുപോലെയൊക്കെ ജ്യൂസ് അടിച്ച് ഹെൽത്ത് കുടിച്ചാൽ നമ്മളെ ഹെൽത്തിനും നല്ലതാണ്. ബ്ലഡൊക്കെ ഉണ്ടാവാൻ ബ്രൈഡ്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ബ്ലഡൊക്കെ ഉണ്ടാവാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴം കൊണ്ടുള്ള ഈ ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്ര നമ്മളുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.